ഇവൻ്റെ നിന്ന് നേരെ പറന്നിറങ്ങി നേരെ വന്നപ്പോഴത്തേക്കും ഗൈസ് നമ്മുടെ സ്കോഡിനെ ഫുള്ളും അവർ വൈപ്പ് ചെയ്തിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കയറി പുഷ് ചെയ്ത പാടിനാണ്ട് നോക്കിട്ട് അവന്മാർ വീണ്ടും റിവ് ആയിട്ടാ. റിവ് ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് മാൻ ഉണ്ട്. ലാസ്റ്റ് മാൻ അല്ല, ഒരുത്തൻ റീകോളിന് പോയിട്ടുണ്ട് കേട്ടോ. പറത്തി ഇറക്കുവാണ്. ഞാൻ ഞെക്കി വിട്ടുന്നതിനനുസരിച്ച് വീണ്ടും വന്നു ഗൈസ് അവന്മാരെ അടിച്ചിട്ട് പോയപ്പോഴത്തേക്കും വീണ്ടും റീകോൾ ചെയ്ത് വിട്ടു കേട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, അവന്മാരെ ഫുള്ള് ഞെക്കിയിട്ട് അവന്മാരെ എങ്ങനെ അടിക്കുന്നത് നോക്കും കേട്ടോ. പിന്നൊരു കാര്യം വെച്ചാൽ മതി, നമ്മുടെ 4K തൊട്ടടുത്ത് കിടക്കും കേട്ടോ. ഒരു സബ്സ്ക്രൈബ് അടിക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നേ. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അവൻ വന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടേ. ഇറങ്ങിയ നിമിഷം തന്നെ ഞാൻ അവിടെ M7 സ്വിച്ച് ചെയ്ത് നൈസായിട്ട് അടി കൊടുത്തിട്ടാ. സ്പീഡാണ് മെയിൻ ഗൈസ്. എത്ര സ്പീഡിൽ നമ്മൾ ഗണ്ണ് ചേഞ്ച് ചെയ്ത് അടിക്കുന്നു അതാണ് നല്ലത്. അവിടെ റീലോഡ് ചെയ്യുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. റീലോഡ് ചെയ്യുമ്പോൾ സമയം പോകും. പിന്നെ ക്ലോസ് റേഞ്ച് ഫൈറ്റ് എടുക്കുമ്പോൾ മാക്സിമം ഞെക്കി വിടാതിരിക്കുക എനിമീസിനെ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ടൈം കൊടുക്കുക അടിക്കാൻ വേണ്ടിയിട്ടില്ല. ടൈം കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം വെച്ചാൽ അവന്മാരെന്തെങ്കിലും മണ്ടത്തരം കാണിക്കും ആ സമയത്ത് വേണം നമ്മൾ അടിക്കാം കേട്ടോ. മറന്നു പോലെ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പാട് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോഴത്തേക്ക് ഇവൻ കയറി വന്ന് ഇവന്മാരെ റിവെഞ്ച് എടുക്കാൻ പോവാണേ. ഇവന്മാരെ എന്നെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നേ. നൈസായിട്ട് അവന്മാർ റിവെഞ്ച് എടുത്ത് കേട്ടാ ഗൈസ്. ഇവിടെ എടുത്തിരിപ്പുണ്ടേ ഗൈസ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഇവൻ്റെ എനിമി മലയാളിയായിരുന്നു കേട്ടോ. അവൻ വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മാച്ചിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഗൈസ്. AMR ഷോട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഗൈസ്. ഇപ്പോൾ ഇവിടെ മലപ്പുറത്തിനെ കണ്ടോ ഗൈസ്, എന്തൊക്കെയല്ലേ ഇവിടെ BGM ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ നോക്കണം. ഇവിടെ ഒരു 24 ഉണ്ട് കേട്ടോ. ഒരുത്തനെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ താഴേന്ന് ഓടിക്കയറുകൊണ്ട് തന്നെ എയിം സ്വിച്ച് ചെയ്ത് അവനെ അടിച്ചുകൊണ്ട് വേറെടുത്ത് അങ്ങനെ എയിം സ്വിച്ച് ചെയ്ത് അവനെ അടിച്ചിട്ടാ. അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വേറെടുത്തിന് റോൾ ചെയ്തിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പാട് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 11K ആവാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പാട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ 4K ആവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മെസ്സന്മാർക്കും വളരെ നന്ദി കേട്ടോ. ഒരു സബ്സ്ക്രൈബ് അടിക്കാതെ പോലെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഞാൻ റിഫ്ലക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 പേരെ അടിച്ചു ഓൾറെഡി. അപ്പോഴത്തേക്ക് ബാക്ക് ഒന്ന് ഷട്ട് ചെയ്യുന്ന പേര് നൈസായിട്ട് തിരിഞ്ഞ റിഫ്ലക്സ് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇത് 2 പേരുണ്ട്. MG3 ആണ്ടൊക്കെ ആയിട്ട് വരുമോ. നൈസായിട്ട് സ്വിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഗൈസ് സ്ക്രീൻ ഷേക്ക് ചെയ്ത് അടിക്കുകയാണ് കേട്ടോ. ഈ കളിച്ച് ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് അടിക്കണേ. ശരി എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബാക്കി വീഡിയോ കണ്ടോണ്ടിരുന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ റിവെഞ്ചാണ്. അതായത് 2 പേരെ ഞാൻ ഓൾറെഡി അടിക്കുന്നുണ്ട്. അടിച്ച നിമിഷം തന്നെ ഗൈസ് ഒരുത്തൻ താഴേന്ന് വരും കേട്ടോ. ഗണ്ണ് റീലോഡ് ആയിപ്പോയി. അതാണ് മെയിൻ ഇഷ്യൂ. റീലോഡ് ആയതും എനിക്കവിടെ ഗണ്ണ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയില്ല. അതിന് മുമ്പേ അടി കിട്ടി ഗൈസ്. നോക്കുവാണേ ആ മരങ്ങനെ റിവെഞ്ചെടുക്കുന്നത്. ആദ്യം വന്ന് ഇറങ്ങി ആ അടിച്ചവിടെ തന്നെ അടിച്ചേട്ടാ. അടിച്ച് ഞെക്കി വിട്ടപ്പോഴത്തേക്കും ദാ വരുന്നുണ്ട്. എന്നെ അടിച്ചവൻ ദാ ഓടി വരുന്നുണ്ട് കേട്ടോ. ഷോട്ട് ഗൺ വന്നിട്ട് അതേ ഷോട്ട് ഗൺ നൈസായിട്ട് ഉച്ചയ്ക്ക് അടിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞെക്കി വിട്ട് ഉള്ളോട്ട് കയറി പോയപ്പോഴത്തേക്കും ദാ വരുന്നവരെ പടയാളികളെല്ലാം കൂടെ എന്നെ അടിക്കാൻ. ഇതൊന്നും നോക്കിയില്ല, 1 by 1 ആയിട്ട് ഓരോത്തിനെ അടിച്ചിട്ട് ഞെക്കി കളഞ്ഞേട്ടാ. അങ്ങനെ ഇവൻ്റെ വൈപ്പായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാം. ശരിയെന്നാ വെച്ചാൽ ടേക്ക് കെയർ.